ഹലോ, വെൽക്കം ടു മാത്സ് സർവൈവൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പ്ലസ് ടുക്കാരുടെ സെക്കൻഡ് ചാപ്റ്ററായ മാത്സിലെ സെക്കൻഡ് ചാപ്റ്ററായ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനിലെ ബേസിക് ആയിട്ടുള്ള ഫോർമുലാസും ഇക്വേഷൻസും പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസും, അതായത് ചോദിക്കാവുന്ന ടൈപ്പ് എല്ലാ പ്രോബ്ലംസും തന്നെ വർക്കൗട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ശ്രദ്ധിക്കാൻ പോകുന്നത്. ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ നമ്മൾ ഓൾറെഡി 10ാം ക്ലാസ്സിലും പ്ലസ് വണ്ണിലും ഒക്കെ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനെ അർത്ഥമാക്കുന്നത് ഒരു ആംഗിളിനെ നമ്പറാക്കി മാറ്റാനാണ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്, അല്ലേ? അപ്പം ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ നേരെ തിരിച്ച് നമ്പറിനെ ആംഗിളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അതാണ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനും ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനും തമ്മിലുള്ള വ്യത്യാസം. ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ ആംഗിളിനെ നമ്പറാക്കുന്നു, ഇൻവേഴ്സ് നമ്പറിനെ ആംഗിളാക്കുന്നു. അപ്പം ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ബേസിക് ആയിട്ട് പഠിക്കാനുള്ള ഒരു കോൺസെപ്റ്റാണ് പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച്. പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ അർത്ഥം ഒരു ഫംഗ്ഷൻ്റെ റേഞ്ചിൻ്റെ, ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ്റെ റേഞ്ചിനെയാണ് പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് അർത്ഥമാക്കുന്നത്. ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ്റെ റേഞ്ചിനെയാണ് പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഈ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിൽ വരുന്ന നമ്പേഴ്സിനെയാണ് പ്രിൻസിപ്പൽ വാല്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രിൻസിപ്പൽ വാല്യൂസ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. പല പ്രോബ്ലംസും ചെയ്യുമ്പോൾ പ്രിൻസിപ്പൽ വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യാനും മറ്റുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പോൾ പ്രിൻസിപ്പൽ വാല്യൂസ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് സൈൻ ഇൻവേഴ്സിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചാണ് ക്ലോസ്ഡ് ഇൻ്റർവൽ -π/2 π/2, ക്ലോസ്ഡ് ഇൻ്റർവൽ -π/2 π/2. ഇതാണ് എന്ത് സൈൻ ഇൻവേഴ്സിൻ്റെ ഇൻവേഴ്സ് പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച്. ക്ലോസ്ഡ് ഇൻ്റർവൽ -π/2 π/2, അതായത് -π/2ഉം π/2 ഉൾപ്പെടും. അതിനിടയ്ക്കുള്ള എല്ലാ വാല്യൂസും സൈൻ ഇൻവേഴ്സിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ആണ്. ഇനി കോസ് ഇൻവേഴ്സിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ആണ് 0π, ക്ലോസ്ഡ് ഇൻ്റർവൽ 0π. 0യും പൈയും 0യ്ക്കും പൈക്കും ഇടയ്ക്ക് എടുക്കുന്ന എല്ലാ വാല്യൂസും കോസ് ഇൻവേഴ്സിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂസ് ആണ്. സോ ഇതാണ് കോസ് ഇൻവേഴ്സിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച്. ടാൻ ഇൻവേഴ്സിൻ്റെ ഓപ്പൺ ഇൻ്റർവൽ -π/2 π/2 ആണ്. അപ്പം അതിൻ്റെ അർത്ഥം -π/2ഉം π/2 ഉൾപ്പെട്ടിട്ടില്ല, പക്ഷേ -π/2നും π/2നും ഇടയ്ക്ക് കിടക്കുന്ന എല്ലാ വാല്യൂസും ടാൻ ഇൻവേഴ്സിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂസ് ആയിട്ട് വരും. ഇനി കോട്ട് ഇൻവേഴ്സിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഓപ്പൺ ഇൻ്റർവൽ 0π ആണ്. 0യും പൈയും ഉൾപ്പെട്ടിട്ടില്ല, പക്ഷേ 0യ്ക്കും പൈക്കും ഇടയ്ക്ക് കിടക്കുന്ന എല്ലാ നമ്പേഴ്സും കോട്ട് ഇൻവേഴ്സിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂസ് ആയിട്ട് വരും. ഇനി കൊസീക് ഇൻവേഴ്സിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ക്ലോസ്ഡ് ഇൻ്റർവൽ -π/2 π/2 സെറ്റ് 0 ആണ്. അതായത് ക്ലോസ്ഡ് ഇൻ്റർവൽ -π/2 π/2, -π/2 മുതൽ π/2 വരെയുള്ള എല്ലാ നമ്പേഴ്സും ഉണ്ട്. എന്നാൽ അതിൽ നിന്ന് 0 എടുത്ത് മാറ്റിയിരിക്കുക, 0 വരില്ല. അതുകൊണ്ടാണ് കൊസീക് ഇൻവേഴ്സിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ക്ലോസ്ഡ് ഇൻ്റർവൽ -π/2 π/2 സെറ്റ് 0 എന്ന് എഴുതിയിരിക്കുന്നത്. 0 ഇല്ല, ബാക്കി -π/2നും π/2നും അടുക്കുള്ള എല്ലാ നമ്പേഴ്സും വരും. അതുപോലെ സീക്ക് ഇൻവേഴ്സിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ക്ലോസ്ഡ് ഇൻ്റർവൽ 0π -π/2, അതായത് 0 മുതൽ പൈ വരെയുള്ള എല്ലാ നമ്പേഴ്സും 0യും പൈയും ഉൾപ്പെടെ ഉണ്ട്. അതിലൊരു നമ്പർ ഇല്ല, ഏതാണ്? π/2 ഇല്ല, ബാക്കിയെല്ലാം പ്രിൻസിപ്പൽ വാല്യൂസ് ആയിട്ട് വരും. അപ്പോൾ ഇവ തമ്മിലുള്ള റിലേഷൻ ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. സൈൻ ഇൻവേഴ്സും കോസ് ഇൻവേഴ്സും പഠിക്കുക. സൈൻ ഇൻവേഴ്സിൻ്റെ -π/2 to π/2 ക്ലോസ്ഡ് ഇൻ്റർവൽ, കോസ് ഇൻവേഴ്സിൻ്റെ 0 to π ക്ലോസ്ഡ് ഇൻ്റർവൽ. ഇനി അത് നേരെ ഓപ്പൺ ഇൻ്റർവൽ ആക്കുകയാണെങ്കിൽ, സൈൻ ഇൻവേഴ്സിൻ്റെ നേരെ ഓപ്പൺ ഇൻ്റർവൽ ആക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ടാൻ ഇൻവേഴ്സ് ആണ്. അതുപോലെ കോസ് ഇൻവേഴ്സിൻ്റെ ഓപ്പൺ ഇൻ്റർവൽ ആക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന കോട്ട് ഇൻവേഴ്സിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ആണ്. ഇനി കൊസീക്ക് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കൊസീക്ക് ഏതിൻ്റെ ഇൻവേഴ്സാ? സൈനിൻ്റെ ഇൻവേഴ്സാ. അപ്പോൾ സൈനിൽ നിന്ന് സെറ്റ് 0 കുറയ്ക്കുന്നതാണ്, സൈനിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിൽ നിന്ന് സെറ്റ് 0 കുറയ്ക്കുന്നതാണ് കൊസീക്ക് ഇൻവേഴ്സിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച്. അതുപോലെ സീക്ക് ഇൻവേഴ്സിൻ്റെ കാണാൻ സീക്ക് ഏതിൻ്റെ ഇൻവേഴ്സാ? കോസിൻ്റെ ആണ്, അല്ലേ? അപ്പോൾ കോസിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിൽ നിന്ന് π/2 കുറയ്ക്കുന്നതാണ് എന്ത്? സീക്ക് ഇൻവേഴ്സിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച്. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും രീതിയിലുള്ള കണക്ഷനൊക്കെ ഓർത്തിരിക്കുക. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ നിൽക്കും. അപ്പോൾ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്, അത് പഠിക്കണം, അത് മസ്റ്റാണ്. ഈ 6 പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചും പഠിക്കുക. നമുക്ക് പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിനോട് ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം നോക്കാം. ഫൈൻഡ് ദ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് സൈൻ ഇൻവേഴ്സ് -√3/2. അപ്പോൾ -√3/2 സൈനിൻ്റെ ഏത് വാല്യൂവിനാണ് വരുന്നത് എന്ന് കണ്ടുപിടിക്കണം. ആ വാല്യൂ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിലുള്ള
ഇതായിരിക്കണം. അങ്ങനെയാകുമ്പോഴാണ് അതിനെ പ്രിൻസിപ്പൽ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ജസ്റ്റ് ഓഡ് ഫംഗ്ഷൻസും ഈവൻ ഫംഗ്ഷൻസിൻ്റെയും ഉള്ളിൽ നെഗറ്റീവ് എക്സ് വരുമ്പോൾ എന്താ കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഓഡ് ഫംഗ്ഷൻസ് ഏതൊക്കെയാണ്? സൈൻ, ടാൻ. ഈ ഗ്രീൻ ബോക്സിൽ കാണുന്നതാണ് ഓഡ് ഫംഗ്ഷൻസ്, റെഡ് ബോക്സിൽ കാണുന്നതാണ് ഈവൻ ഫംഗ്ഷൻസ്. അപ്പം ഓഡ് സൈൻ ഇൻവേഴ്സ് മൈനസ് എക്സ്, അതിൻ്റെ വാല്യൂ എത്രയായിരിക്കും? മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സ് ആയിരിക്കും. അപ്പോൾ ഓഡ് ഫംഗ്ഷൻ്റെ ഒരു പ്രത്യേകതയാണ്, ഉള്ളിൽ നെഗറ്റീവ് വരുന്നുണ്ടെങ്കിൽ അത് പുറത്ത് വരുമ്പോൾ വെളിയിൽ അതിന് മുമ്പായിട്ട് വരും. സൈൻ ഇൻവേഴ്സ് മൈനസ് എക്സ് ഈക്വൽ ടു മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സ്. അതുപോലെ ടാൻ ഇൻവേഴ്സ് മൈനസ് എക്സ് ഈക്വൽ ടു മൈനസ് ടാൻ ഇൻവേഴ്സ് എക്സ്. കൊസീക്ക് ഇൻവേഴ്സ് മൈനസ് എക്സ് ഈക്വൽ ടു മൈനസ് കൊസീക്ക് ഇൻവേഴ്സ് എക്സ്. അപ്പോൾ ഇത് മൂന്നുമാണ് ഓഡ് ഫംഗ്ഷൻ. സൈൻ, ടാൻ, കൊസീക്ക് ഇത് മൂന്നും ആണ് ഓഡ് ഫംഗ്ഷൻസ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഇൻവേഴ്സിൽ നെഗറ്റീവ് വരുമ്പോൾ ആ നെഗറ്റീവ് പുറത്ത് വരും. ഇനി ഈവൻ ഫംഗ്ഷൻസ് ആണ് കോസ്, സീക്ക്, കോട്ട്. അപ്പോൾ അതിൻ്റെ ഇൻവേഴ്സ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. കോസ് ഇൻവേഴ്സ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു പൈ മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ്. അപ്പോൾ ആ നെഗറ്റീവ് പുറത്ത് വരുമ്പോൾ അതെന്തായി മാറും എന്ന് ചിന്തിച്ചാൽ മതി. പൈ ആയിട്ട് മാറും എന്ന് നിങ്ങൾ ഓർത്ത് വെക്കുക. അപ്പോൾ കോസ് ഇൻവേഴ്സ് മൈനസ് എക്സ് ഈക്വൽ ടു പൈ മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ്. സീക്ക് ഇൻവേഴ്സ് മൈനസ് എക്സ് ഈക്വൽ ടു പൈ മൈനസ് സീക്ക് ഇൻവേഴ്സ് എക്സ്. കോട്ട് ഇൻവേഴ്സ് മൈനസ് എക്സ് ഈക്വൽ ടു പൈ മൈനസ് കോട്ട് ഇൻവേഴ്സ് എക്സ്. അപ്പോൾ ഇത് മൂന്നും ഈവൻ ഫംഗ്ഷൻസ് ആണ്. ഇപ്പോൾ ഈവൻ ഫംഗ്ഷൻസിൻ്റെ ആൻസർ ഉള്ളിൽ നെഗറ്റീവ് വരുമ്പോൾ പൈ മൈനസ് ദാറ്റ് എന്ന് വരും. അതുപോലെ ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ ആ നെഗറ്റീവ് പുറത്ത് വരും. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഓഡ് ഫംഗ്ഷനും ഈവൻ ഫംഗ്ഷനും. ഇനി നമുക്ക് ഈ പ്രോബ്ലം നോക്കാം. സൈൻ ഇൻവേഴ്സ് റൂട്ട് 3/2. സൈൻ ഇൻവേഴ്സ് മൈനസ് റൂട്ട് 3/2. സൈൻ ഇൻവേഴ്സ് മൈനസ് റൂട്ട് 3/2. അപ്പോൾ ഇതൊരു ഓഡ് ഫംഗ്ഷനാണ്. സൈൻ ഒരു ഓഡ് ഫംഗ്ഷൻ ആയതുകൊണ്ട് എന്ത് വരും? സൈൻ ഇൻവേഴ്സ് ഓഫ് മൈനസ് എക്സ് മൈനസ് സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ്. അപ്പം മൈനസ് പുറത്ത് വരും. അപ്പം മൈനസ് സൈൻ ഇൻവേഴ്സ് ഓഫ് റൂട്ട് 3/2 എന്ന് വരും, വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് സൈൻ ഇൻവേഴ്സ്. സൈനിൻ്റെ വാല്യൂ റൂട്ട് 3/2 വരുന്നത് എപ്പോഴാണ്? സൈനിൻ്റെ വാല്യൂ റൂട്ട് 3/2 വരുന്നത് ഏത് ആംഗിളിനാണ്? π/3ക്കാണ് അല്ലേ? 60 ഡിഗ്രിയാണ്. ഡിഗ്രിയിൽ പറയുമ്പോൾ 60 ഡിഗ്രിയാണ്. അപ്പോൾ റേഡിയനിലോട്ട് മാറ്റുമ്പോൾ π/3. അപ്പോൾ മൈനസ് ഇവിടെ ഓൾറെഡി ഉണ്ട്. പിന്നെ സൈൻ ഇൻവേഴ്സ് റൂട്ട് 3/2യുടെ വാല്യൂ π/3. മൈനസ് π/3 ആണ് ഇതിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ. അപ്പോൾ ഇത് കറക്റ്റ് ആണോ എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച്, സൈൻ ഇൻവേഴ്സിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഏതായിരുന്നു? മൈനസ് π/2 ക്ലോസ്ഡ് ഇൻ്റർവൽ മൈനസ് π/2 ആയിരുന്നു അല്ലേ? അപ്പോൾ ഈ മൈനസ് π/3 എന്ന് പറയുന്നത് ഈ ക്ലോസ്ഡ് ഇൻ്റർവൽ മൈനസ് π/2 വരുന്നില്ലേ? വരുന്നുണ്ട്. അതിനകത്തുള്ള ഒരു വാല്യൂ ആണ് മൈനസ് π/3. അപ്പോൾ നമ്മുടെ പ്രിൻസിപ്പൽ വാല്യൂ കറക്റ്റ് ആണ്. അങ്ങനെ അല്ലായിരുന്നു നമ്മൾ കിട്ടിയിരുന്നെങ്കിൽ ഈ ഒരു ഫോമിലേക്ക് മാറ്റേണ്ടതാണ്. അതായത് ഈ മൈനസ് π/2നും π/2നും ഇടയ്ക്കുള്ള ഒരു വാല്യൂ ആക്കിയിട്ട് നമ്മൾ മാറ്റേണ്ടതാണ്. അപ്പോൾ ഇത് കറക്റ്റാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് പ്രിൻസിപ്പൽ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ ഓഡ് ഫംഗ്ഷനും ഈവൻ ഫംഗ്ഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് അറിഞ്ഞിരിക്കണം. സൈനും ടാനും കൊസീക്കും ആണ് ഓഡ്, കോസും സീക്കും കോട്ടുമാണ് ഈവൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് കോസ് ഇൻവേഴ്സ് മൈനസ് 1/2. കോസ് ഇൻവേഴ്സ് മൈനസ് 1/2ൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ കാണണം. അപ്പോൾ ഈ രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാം. കോസ് ഇൻവേഴ്സ് മൈനസ് 1/2 എന്ന് പറയുമ്പോൾ എന്ത് വരും? കോസ് ഇൻവേഴ്സ് ഒരു ഈവൻ ഫംഗ്ഷൻ ആണ് അല്ലേ? അപ്പോൾ എന്ത് വരും? കോസ് ഇൻവേഴ്സ് ഓഫ് മൈനസ് എക്സ് പൈ മൈനസ് കോസ് ഇൻവേഴ്സ് ഓഫ് എക്സ് ആണ്. സോ ഇത് എന്ത് വരും? പൈ മൈനസ് കോസ് ഇൻവേഴ്സ് ഓഫ് 1/2 എന്ന് എഴുതാം, വിച്ച് ഇസ് ഈക്വൽ ടു പൈ മൈനസ് കോസ് ഇൻവേഴ്സ് ഓഫ് 1/2 എത്രയാ? 1/2 കോസിന് വാല്യൂ ആയിട്ട് വരുന്നത് ഏത് ആംഗിളിനാണെന്ന് നോക്കിയാൽ മതി. ഏത് ആംഗിളിനാണ്? അതും π/3ക്ക് തന്നെയാണ് അല്ലേ? 60 ഡിഗ്രിക്ക് തന്നെയാണ് π/3. അപ്പോൾ പൈ മൈനസ് π/3 എന്ന് വന്നു. ഇത് നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. എന്ത് വരും? 3π മൈനസ് π/3 എന്ന് വരും, വിച്ച് ഇസ് ഈക്വൽ ടു 2π/3. ഇനി കോസ് ഇൻവേഴ്സിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഏതായിരുന്നു? ക്ലോസ്ഡ് ഇൻ്റർവൽ 0π ആണ്. ക്ലോസ്ഡ് ഇൻ്റർവൽ 0πക്ക് ഇടയ്ക്കുള്ള വാല്യൂ അല്ലേ 2π/3? അതെ. അപ്പം ഇതാണ് കോസ് ഇൻവേഴ്സ് 1/2ൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ വാല്യൂ ഓഫ് സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 13π/4. അപ്പോൾ ഇവിടെ വാല്യൂ എന്ന് പറയുമ്പോൾ അർത്ഥം പ്രിൻസിപ്പൽ വാല്യൂ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 13π/4ൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ കണ്ടുപിടിക്കണം. നമ്മൾ സാധാരണ പെട്ടെന്ന് എഴുതാനുള്ള കാര്യം സൈൻ ഇൻവേഴ്സും സൈനും കട്ട് ചെയ്ത് പോകും, പിന്നെ 13π/4 ആൻസർ കിട്ടും. സോ ആൻസർ 13π/4 എഴുതാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അത് തെറ്റാണ്. കാരണം നമ്മുടെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച്, സൈൻ ഇൻവേഴ്സിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്താണ്?
ക്ലോസ്ഡ് ഇൻ്റർവെൽ -π/2 π/2 ആണ്. സോ അതിനകത്ത് ഉൾപ്പെട്ട ഒരു വാല്യൂ ആയിരിക്കണം പ്രിൻസിപ്പൽ വാല്യൂ ആയിട്ട് വരുന്നത്. അപ്പോൾ 13π/4 എന്ന് പറഞ്ഞാൽ 13/4 എന്ന് പറയുമ്പോൾ തന്നെ 3ലും കൂടി പോകും. അപ്പോൾ 3πയിലേക്കാളും കൂടുതൽ വരും. ഇവിടെ π/2 വരെയേ ഉള്ളൂ. π/2ലും കൂടി ഒരു വാല്യൂ ഇല്ല. π/2ലും കൂടുതലാണ് 3π അല്ലേ. അപ്പോൾ 13π/4 അല്ല വാല്യൂ. അപ്പോൾ നമ്മളത് കണ്ടുപിടിക്കണം. സോ ഫസ്റ്റ് ഞാനിത് എഴുതുവാണ്. സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 13π/4. അപ്പോൾ നമുക്ക് നമ്മുടെ സിമ്പിൾ മാത്സ് ഉപയോഗിച്ച് ഈ 13π/4നെ 13/4നെ മിക്സഡ് ഫ്രാക്ഷൻ ആക്കി നോക്കാം. അപ്പോൾ എന്ത് വരും? 13നെ 4 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ 3 12 1 എന്ന് വരും. അതായത് 13/4 എന്ന് പറഞ്ഞാൽ 13/4 ഈക്വൽ ടു 3 + 1/4 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 13/4 π എന്ത് വരും? 3π + 1/4π or π/4 എന്ന് വരും. സോ വിച്ച് ഇസ് ഈക്വൽ ടു, അതിനെ എനിക്ക് എങ്ങനെ എഴുതാം? സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 13π/4നെ എങ്ങനെ എഴുതാം? ഇപ്പം നമ്മൾ കണ്ട പോലെ 3π + π/4 എന്ന് എഴുതാം. ഇനി സൈൻ ഒരു ഓഡ് ഫംഗ്ഷൻ ആയതുകൊണ്ട് സൈൻ π + θ = -sin θ ആണ്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ പൈയുടെ സ്ഥാനത്ത് ഇവിടെ 3π വെച്ച് റീപ്ലേസ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ സൈൻ 3π + θ എന്ന് പറഞ്ഞ ഫോമിലാണ് ഇപ്പോൾ ഇത് കിടക്കുന്നത് അല്ല. ഈ ഉള്ളിലെ ഭാഗം, ഈ ബ്രാക്കറ്റിനുള്ളിൽ കിടക്കുന്ന സൈൻ 3π + θ എന്ന് പറഞ്ഞ ഫോമിലാണ്. തീറ്റയുടെ സ്ഥാനത്ത് π/4 ആണെന്നേ ഉള്ളൂ. അപ്പോൾ എന്ത് വരും ആൻസർ? ഈ ബ്രാക്കറ്റിനുള്ളിൽ -sin π/4 എന്ന് വരും. വിച്ച് ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് -sin π/4. ഇനി സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എന്താകും? സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ ക്യാൻസൽ ചെയ്തു പോകും. പിന്നെ -π/4 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. -π/4 ഏതിലുള്ളതാണ്? നമ്മുടെ പ്രിൻസിപ്പൽ വാല്യൂവിലുള്ള ഒരു പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിലുള്ള ഒരു വാല്യൂ ആണ്. സോ അതുകൊണ്ട് ഇതൊരു പ്രിൻസിപ്പൽ വാല്യൂ ആണ്. അപ്പോൾ സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 13π/4ൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ -π/4 ആണ്. ഈ ചാപ്റ്ററിനോട് ബന്ധപ്പെട്ട മറ്റ് ഫോർമുലാസ് ആണിത്. അപ്പോൾ ഓൾറെഡി നമ്മൾ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചസിനോട് ബന്ധപ്പെട്ട ഫോർമുലാസും അതുപോലെ ഓഡ് ഫംഗ്ഷനും ഈവൻ ഫംഗ്ഷനും അടങ്ങിയ ഫോർമുലാസും പഠിച്ചായിരുന്നു. അപ്പം ഇത് ബാക്കിയുള്ള ഫോർമുലാസ് ആണ്. അപ്പോൾ അതിനെ ഞാനൊരു ഗ്രൂപ്പ് ആക്കിയിട്ടുണ്ട്. നിങ്ങൾ ഈ ഒരു റിലേഷൻ വരത്തക്ക രീതിയിലാണ് ഗ്രൂപ്പ് ആക്കിയത്. അപ്പോൾ ഫസ്റ്റ് വൺ ഇതാണ്. സൈൻ ഇൻവേഴ്സ് 1/x ഈക്വൽ ടു കൊസീക് ഇൻവേഴ്സ് 1/x, കോസ് ഇൻവേഴ്സ് 1/x ഈക്വൽ ടു സീക് ഇൻവേഴ്സ് 1/x, ടാൻ ഇൻവേഴ്സ് 1/x ഈക്വൽ ടു കോട്ട് ഇൻവേഴ്സ് 1/x. അപ്പോൾ ഇതിൽ സൈനും കൊസീക്കും ഇൻവേഴ്സ് ഫംഗ്ഷൻസ് ആണ്. അപ്പോൾ ആ രീതിയിലാണ് ഇത് വരുന്നത്. കോസും സീക്കും ഇൻവേഴ്സ് ഫംഗ്ഷൻസ് ആണ്. അതുപോലെ ടാനും കോട്ടും ഇൻവേഴ്സ് ഫംഗ്ഷൻസ് ആണ്. അപ്പോൾ ആ രീതിയിലാണ് ഈ ഒരു ആദ്യത്തെ 3 ഫോർമുലാസ് വരുന്നത്. അത് പഠിക്കാൻ എളുപ്പമാണ്. അപ്പോൾ അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. ഇൻവേഴ്സ് ഫംഗ്ഷൻ്റെ ഒരു റിലേഷൻ ആണ് സൈൻ ഇൻവേഴ്സ് ഓഫ് 1/x ഈക്വൽ ടു കൊസീക് ഇൻവേഴ്സ് ഓഫ് x. അതുപോലെ കോസ് ഇൻവേഴ്സ് ഓഫ് 1/x ഈക്വൽ ടു സീക് ഇൻവേഴ്സ് ഓഫ് x. ഇനി അടുത്തത് സൈൻ ഇൻവേഴ്സ് x പ്ലസ് കോസ് ഇൻവേഴ്സ് x ഈക്വൽ ടു π/2. അപ്പോൾ അത് കോ ഫങ്ഷൻസ് ആണ്. സൈൻ എക്സും കോസ് എക്സും കോ ഫങ്ഷൻസ് ആണ്. കാരണം സൈൻ എക്സിൻ്റെ കൂടെ 90 ഡിഗ്രി ആഡ് ചെയ്യുകയോ സബ്ട്രാക്ട് ചെയ്യുകയോ ചെയ്യുമ്പോഴാണ് കോസ് എക്സ് കിട്ടുന്നത്. അതിനെയാണ് കോ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഏതൊരു ഫംഗ്ഷൻ്റെ കൂടെയും 90 ഡിഗ്രി ആഡ് ചെയ്യുകയോ സബ്ട്രാക്ട് ചെയ്യുകയോ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് മറ്റേ ഫംഗ്ഷൻ കിട്ടുന്നെങ്കിൽ അങ്ങനെയുള്ള ഫംഗ്ഷൻസ് ആണ് കോ ഫങ്ഷൻസ്. ഇവിടെ സൈൻ എക്സും കോസ് എക്സും കോ ഫങ്ഷൻസ് ആണ്. അപ്പോൾ അവയുടെ ഇൻവേഴ്സിൻ്റെ സം എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് π/2 ആണ്. അപ്പം ഏതൊരു കോ ഫംഗ്ഷൻ എടുത്താലും അവയുടെ ഇൻവേഴ്സിൻ്റെ സം എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് π/2 ആണ്. അതുപോലെ ടാൻ ഇൻവേഴ്സും എക്സും കോട്ട് ഇൻവേഴ്സ് എക്സും അത് രണ്ടും കോ ഫംഗ്ഷൻസ് ആണ്. അപ്പോൾ അവയുടെ സം π/2 ആണ്. സീക് ഇൻവേഴ്സ് എക്സ് പ്ലസ് കൊസീക് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു ഓൾസോ π/2. ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ഫോർമുലാസ് ആണ്. 2 സെറ്റ് ഓഫ് ഫോർമുലാസ് ആണ് ഇത് രണ്ടും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുലാസ് ആണ്. ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് വൈ ബൈ 1 മൈനസ് എക്സ് വൈ. അതുപോലെ തന്നെ അടുത്തത് ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് മൈനസ് ടാൻ ഇൻവേഴ്സ് ഓഫ് വൈ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് മൈനസ് വൈ ബൈ 1 പ്ലസ് എക്സ് വൈ ആണ്. അവിടെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. അത് മുകളിലത്തെ എക്സ് മൈനസ് വൈ ആണ്, താഴത്തെ 1 പ്ലസ് എക്സ് പ്ലസ് വൈ ആണ്, 1 പ്ലസ് എക്സ് വൈ ആണ്. ഓക്കെ, അപ്പം ആദ്യത്തെ സൈൻ ഏതാണോ ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് ഓഫ് വൈ ആണ്. അപ്പം റൈറ്റ് സൈഡിലെ ന്യൂമറേറ്ററിനും അതേ സൈൻ തന്നെ വരുമെന്ന് ഓർത്താൽ മതി. അപ്പോൾ സെക്കൻഡിലെ
ആർ എച്ച് എസ് എൽ എച്ച് എസ് നെഗറ്റീവ് ആണ്. അതുകൊണ്ട് റൈറ്റ് സൈഡിലെ ന്യൂമറേറ്ററിന് അതേ സൈൻ വരും. സെയിം സൈൻ മുകളിൽ അതേ സൈൻ. എൽ എച്ച് എസിന് ഏത് സൈൻ ആണോ അതേ സൈൻ തന്നെ റൈറ്റ് സൈഡിൽ മുകളിൽ വരുമെന്ന് ഓർത്താൽ മതി. അതിൻ്റെ ഓപ്പോസിറ്റ് സൈൻ താഴെ. അടുത്തത് 2 ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സിൽ സൈൻ ഇൻവേഴ്സ്, കോസ് ഇൻവേഴ്സ്, ടാൻ ഇൻവേഴ്സ് തുടങ്ങിയവയിലുള്ള ഫോർമുലയാണ്. അപ്പം എല്ലാത്തിൻ്റെയും ആൻസർ 2 ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് തന്നെയാണ്. അപ്പോൾ ഫസ്റ്റ് സൈൻ ഇൻവേഴ്സിലുള്ള ഫോർമുല ഇതാണ്. 2 ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് 2x ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ. അതുപോലെ അടുത്തത് 2 ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ. അടുത്തത് 2 ടാൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് 2x ബൈ 1 മൈനസ് എക്സ് സ്ക്വയർ. അപ്പോൾ ഇത് എല്ലാം ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സിൽ കിട്ടുന്ന ഫോർമുലാസ് ആണ്. ഈ ഫോർമുലാസ് എല്ലാം നന്നായിട്ട് പഠിക്കുക. അടുത്ത വളരെ ഈസി ആയിട്ടുള്ള ഒരു ഭാഗമാണ്. നമ്മൾ ഓൾറെഡി പഠിച്ച ഫോർമുലയോട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. നമ്മൾ നേരത്തെ പഠിച്ച റെഡിമെയ്ഡ് ഫോർമുലയാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് ഓഫ് വൈ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് വൈ ബൈ 1 മൈനസ് എക്സ് വൈ എന്നുള്ള ഫോർമുലയാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: പ്രൂവ് ദാറ്റ് ടാൻ ഇൻവേഴ്സ് ഓഫ് 1/2 പ്ലസ് ടാൻ ഇൻവേഴ്സ് ഓഫ് 2/11 ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് 3/4. അപ്പോൾ അത് പ്രൂവ് ചെയ്യാനായിട്ടാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ കാണുമ്പോഴേ അറിയാം നമുക്ക് ഇവിടെ ഡയറക്റ്റ് ഫോർമുലയാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അത് ഞാൻ ഒന്നും കൂടി എഴുതി. എന്നിട്ട് ഫോർമുലയിലുള്ളത് എക്സിൻ്റെയും വൈയുടെ സ്ഥാനത്ത്, എക്സിൻ്റെ സ്ഥാനത്ത് 1/2 വൈയുടെ സ്ഥാനത്ത് 2/11 ആണ്. അപ്പോൾ അത് രണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അപ്പം ഇങ്ങനെ വരും 1/2 പ്ലസ് 2/11 ബൈ 1 മൈനസ് 1/2 ഇൻറ്റു 2/11. അപ്പോൾ അവിടെ താഴത്തെ 2ഉം 2ഉം ക്യാൻസൽ ചെയ്തു പോയി. ഇനി ബാക്കി നമുക്ക് മേളത്തെ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 1 ഇൻറ്റു 11 പ്ലസ് 2 ഇൻറ്റു 2 ബൈ 2 ഇൻറ്റു 11 എന്ന് വരും. അപ്പോൾ അതാണ് അടുത്ത സ്റ്റെപ്പിൽ വന്നിരിക്കുന്നത്. 11 പ്ലസ് 4 ബൈ 22 ഡിവൈഡഡ് ബൈ 1 മൈനസ് 1/11. 11 പ്ലസ് 4 15 ആകും. താഴത്തെ 22 അതേപടിയുണ്ട്. ഇനി മറ്റത് നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 1 ഇൻറ്റു 11 മൈനസ് 1/11 എന്ന് വരും. അപ്പോൾ അത് 11 മൈനസ് 1/11 അതായത് 10/11 എന്ന് വരും. അപ്പോൾ ആ 10/11 താഴെ കൊടുത്തു. ഇനി താഴത്തെ ഫ്രാക്ഷൻ്റെ റെസിപ്രോക്കൽ എടുത്ത് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. ടാൻ ഇൻവേഴ്സ് ഓഫ് 15/22 ഇൻറ്റു 11/10 എന്ന് വരും. 11ഉം 22ഉം ക്യാൻസൽ ചെയ്യാം. അതുപോലെ 10ഉം 15ഉം തമ്മിൽ ക്യാൻസൽ ചെയ്യാം. സോ ഫൈനൽ ആൻസർ 3 ഇൻറ്റു 1 3, 2 ഇൻറ്റു 2 4. സോ ടാൻ ഇൻവേഴ്സ് ഓഫ് 3/4 എന്ന് കിട്ടും. അതായിരുന്നു പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നത്. അത് നമ്മൾ പ്രൂവ് ചെയ്തു. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഈ ഫോർമുല ഉപയോഗിച്ച് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ചെയ്യാൻ സാധിക്കും. അടുത്തത് ഒരു ക്വസ്റ്റ്യൻ ആണ്. If A equal to sin inverse of 2x by 1 plus x square, B equal to cos inverse of 1 minus x square by 1 plus x square, and C equal to tan inverse of 2x by 1 minus x square satisfies the condition 3a minus 4b plus 2c equal to pi by 3, find the values of x. അപ്പോൾ ഈ തന്നിരിക്കുന്ന മൂന്നെണ്ണവും എ ബി സി ഇത് മൂന്നും 2 tan inverse of xൻ്റെ ഇക്വേഷൻസ് ആണ് ഇതെല്ലാം അല്ലേ. സൈൻ ഇൻവേഴ്സ് ഓഫ് 2x by 1 plus x square, കോസ് ഇൻവേഴ്സ് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ബൈ 1 plus x square, അതുപോലെ ടാൻ ഇൻവേഴ്സ് ഓഫ് 2x by 1 മൈനസ് എക്സ് സ്ക്വയർ, ഇതെല്ലാം 2 ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സിൻ്റെ ഇക്വേഷൻസ് ആണ്. നമ്മൾ മുൻപ് കണ്ടായിരുന്നു 2 ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സിൻ്റെ സൈൻ ഇൻവേഴ്സിലും കോസ് ഇൻവേഴ്സിലും ടാൻ ഇൻവേഴ്സിലുമുള്ള ഇക്വേഷൻസ്. അപ്പോൾ ഇതെല്ലാം അതിൻ്റെ ഇക്വേഷൻസ് ആണ്. അപ്പോൾ നമുക്ക് എ ബിയും സിയും ഈക്വൽ ആണ്. എ ഈക്വൽ ടു ബി ഈക്വൽ ടു സി ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 2 ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് നമുക്ക് എഴുതാം. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷനിൽ 3a മൈനസ് 4b പ്ലസ് 2c ഈക്വൽ ടു പൈ ബൈ 3യിലേക്ക് എയ്ക്കും ബിക്കും സിക്കും എനിക്ക് ഈ 2 ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് അപ്ലൈ ചെയ്ത് കൊടുക്കാമല്ലോ. കാരണം എയും ബിയും സിയും എല്ലാം 2 ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സിനോട് ഈക്വൽ ആണ്. സോ 3a മൈനസ് 4b പ്ലസ് 2c ഈക്വൽ ടു പൈ ബൈ 3. അത് കണ്ടീഷൻ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു തന്നിട്ടുണ്ട്. സോ 3 ഇൻറ്റു 2 ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് മൈനസ് 4 ഇൻറ്റു 2 ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് 2 ഇൻറ്റു 2 ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ്.
ഈക്വൽ ടു π/3. അപ്പം എനിക്കിനി ഈ ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സിനെ കോമൺ ആയിട്ട് പുറത്തെടുക്കാം. ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് എല്ലാ ടേമിനും ഉണ്ട്. ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ഇൻറ്റു എന്ത് വരും? ഫസ്റ്റ് വൺ 3 ഇൻറ്റു 2 ദാറ്റ് ഈസ് 6 മൈനസ് 4 ഇൻറ്റു 2 8 പ്ലസ് 2 ഇൻറ്റു 2 4 എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു π/3. ആൻഡ് ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ഈക്വൽ ടു 6 മൈനസ് 8 പ്ലസ് 4 എന്നാ? 6 ന്ന് 8 പോയാൽ -2 പ്ലസ് 4 2 എന്ന് വരും അല്ലേ? അല്ലെങ്കിൽ 6 4 10 10 മൈനസ് 8 2. സോ ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ഇൻറ്റു 2 ഈക്വൽ ടു π/3. സോ ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ഈക്വൽ ടു 2നെ അപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ 2 താഴെ വരും, ഡിനോമിനേറ്ററിൽ വരും. സോ π/3 ഇൻറ്റു 2 6 എന്ന് വരും. സോ ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് π/6 ആണ്. അങ്ങനെയാണ് എക്സ് എന്തായിരിക്കും? രണ്ട് സൈഡിലും ടാൻ അപ്ലൈ ചെയ്യുക. അപ്പോൾ ടാൻ π/6 എന്ന് വരും. ടാൻ π/6ന്റെ വാല്യൂ എന്താണ്? ടാൻ π/6 എന്ന് പറഞ്ഞാൽ π/6ന്റെ വാല്യൂ 30 ആണ്. സോ ടാൻ 30യുടെ വാല്യൂ എന്താണ്? ടാൻ 30 ഈസ് 1/√3. സോ എക്സിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു 1/√3. അതാണ് ഇതിന്റെ സൊല്യൂഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ഇൻ സിംപ്ലസ്റ്റ് ഫോം ടാൻ ഇൻവേഴ്സ് ഓഫ് റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് 1 ബൈ എക്സ്. അപ്പോൾ ടാൻ ഇൻവേഴ്സ് ഓഫ് റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് 1 ബൈ എക്സിനെ സിംപ്ലസ്റ്റ് ഫോമിൽ എഴുതണം. അപ്പോൾ ആ ടാൻ ഇൻവേഴ്സ് ഓഫ് ആ ബ്രാക്കറ്റിനുള്ളിൽ ശരിക്കും ഒരു ടാൻ തന്നെയാണ്, ടാൻ വാല്യൂ ആയിരുന്നെങ്കിൽ നമുക്ക് ആ ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ എന്ന് വന്നേനെ. അപ്പം നമുക്ക് ആൻസർ കിട്ടിയേനെ അല്ലേ? അപ്പം ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ ഉള്ളിൽ വരണം, അതിനുള്ളിൽ ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ എന്ന് വരണം. അപ്പം അതിന് എന്തായിരിക്കും ചെയ്യേണ്ടത്? എക്സിന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ് ശരിക്കും ഇവിടെ ചെയ്യുന്നത്. എക്സിന് ടാൻ തീറ്റ എന്ന് പറഞ്ഞ സബ്സ്റ്റിറ്റ്യൂഷനാണ് കൊടുക്കുന്നത്. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, ഈ റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ ആണ് വന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ എക്സിന് സബ്സ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കുന്നത് എക്സ് ടാൻ തീറ്റ എന്നും അല്ലെങ്കിൽ എക്സ് കോട്ട് തീറ്റ എന്നും ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ എക്സിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത് എക്സിന് ഒന്നെങ്കിൽ ടാൻ തീറ്റ എന്ന് കൊടുക്കും അല്ലെങ്കിൽ കോട്ട് തീറ്റ എന്ന് കൊടുക്കും. അപ്പം അങ്ങനെ കൊടുക്കുന്നതിന് കാരണം റൂട്ട് ഓഫ് 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ സീക്ക് സ്ക്വയർ തീറ്റ അങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്. അതുപോലെ 1 പ്ലസ് കോട്ട് സ്ക്വയർ തീറ്റ കൊസീക് സ്ക്വയർ തീറ്റ അങ്ങനെ ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ ആ റൂട്ട് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് എക്സിന് സൈൻ തീറ്റ എന്ന് കൊടുക്കും അല്ലെങ്കിൽ എക്സിന് കോസ് തീറ്റ എന്ന് കൊടുക്കും. അപ്പം അതിനും കാരണമുണ്ട്, സൈൻ സ്ക്വയർ തീറ്റയും കോസ് സ്ക്വയർ തീറ്റയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ഉണ്ട്. അപ്പം ഇതുപോലെ റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ ആണ് വരുന്നതെങ്കിൽ അത് നമ്മൾ ഓൾറെഡി എഴുതി അല്ലേ, ടാൻ തീറ്റയും കോട്ട് തീറ്റയും ആണെന്ന് ഓൾറെഡി എഴുതി. ഇനി റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1, എക്സ് സ്ക്വയർ മൈനസ് 1 ആണ് വരുന്നതെങ്കിൽ നമ്മൾ എക്സിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത് എക്സ് ഈക്വൽ ടു കൊസീക് തീറ്റയും അതുപോലെ എക്സ് ഈക്വൽ ടു സീക്ക് തീറ്റ ആയിരിക്കും. ഒന്നെങ്കിൽ കൊസീക് തീറ്റ അല്ലെങ്കിൽ സീക്ക് തീറ്റ കൊടുക്കും, കാരണം അതിനെയും കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ഉണ്ട്, അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ എന്തായാലും വന്നിരിക്കുന്നത് റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ ആണ് ബ്രാക്കറ്റിനുള്ളിൽ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ എക്സ് ഈക്വൽ ടു ടാൻ തീറ്റ അല്ലെങ്കിൽ എക്സ് ഈക്വൽ ടു കോട്ട് തീറ്റ. അപ്പോൾ ഇവിടെ നമ്മൾ എക്സ് ടാൻ തീറ്റയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ തീറ്റ എന്താകും? ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ആകും. അപ്പം നമ്മൾ ഈ ക്വസ്റ്റ്യൻ്റെ അകത്ത് ടാൻ ഇൻവേഴ്സ് ഓഫ് റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് 1 ബൈ എക്സിൽ എക്സിൻ്റെ സ്ഥാനത്തൊക്കെ എന്ത് വരും? ടാൻ തീറ്റ വരും. അപ്പം ടാൻ തീറ്റ കൊടുത്ത് ഞാൻ എഴുതി ടാൻ ഇൻവേഴ്സ് ഓഫ് റൂട്ട് ഓഫ് 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ മൈനസ് 1 ഡിവൈഡഡ് ബൈ ടാൻ തീറ്റ. അവിടെ എക്സ് സ്ക്വയറിൻ്റെ എക്സിൻ്റെ സ്ഥാനത്ത് ടാൻ സ്ക്വയർ തീറ്റയും ടാൻ തീറ്റയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇനി 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ എന്താണ്? അത് സീക്ക് സ്ക്വയർ തീറ്റയാണ്. അപ്പോൾ റൂട്ട് ഓഫ് സീക്ക് സ്ക്വയർ തീറ്റ എന്ന് വരുമ്പോൾ എന്ത് വരും? സീക്ക് തീറ്റയാകും. സോ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? ടാൻ ഇൻവേഴ്സ് ഓഫ് സീക്ക് തീറ്റ മൈനസ് 1 ബൈ ടാൻ തീറ്റ എന്നാകും. കാരണം റൂട്ട് ഓഫ് 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ എന്തായി? സീക്ക് തീറ്റയായി. ഞാൻ എഴുതാം 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു സീക്ക് തീറ്റ. അപ്പോൾ റൂട്ട് എടുക്കുമ്പോൾ റൂട്ട് ഓഫ് സീക്ക് സ്ക്വയർ തീറ്റ സീക്ക് തീറ്റയാകും. ഓക്കെ, ആൻഡ് വിച്ച് ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് സീക്ക് തീറ്റ എനിക്ക് 1 ബൈ കോസ് തീറ്റ എന്ന് എഴുതാം. മൈനസ് 1 ഡിവൈഡഡ് ബൈ ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റ ബൈ കോസ് തീറ്റയാണ്. അപ്പോൾ ഇനി 1 ബൈ കോസ് തീറ്റ മൈനസ് 1നെ എനിക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? ടാൻ ഇൻവേഴ്സ് ഓഫ് 1 മൈനസ് കോസ് തീറ്റ
ബൈ കോസ് തീറ്റ എന്ന് വരും. ഇനി താഴത്തെ ഫ്രാക്ഷനെ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുവാണ്. അപ്പോൾ കോസ് തീറ്റ ബൈ സൈൻ തീറ്റ എന്ന് വരും. ഇനി കോസ് തീറ്റയും കട്ട് ചെയ്ത് പോകും. അപ്പം ബാക്കിയായിട്ട് വരുന്നത് ടാൻ ഇൻവേഴ്സ് ഓഫ് 1 മൈനസ് കോസ് തീറ്റ ബൈ സൈൻ തീറ്റ എന്ന് വരും. ഇനി 1 മൈനസ് കോസ് തീറ്റയ്ക്കും സൈൻ തീറ്റയ്ക്കും നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷൻസ് ഉണ്ട്. 1 മൈനസ് കോസ് തീറ്റേനെ 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2 എന്നെഴുതാം. അതുപോലെ സൈൻ തീറ്റയെ 2 സൈൻ തീറ്റ ബൈ 2 ഇൻറ്റു കോസ് തീറ്റ ബൈ 2 എന്നെഴുതാം. അപ്പോൾ അത് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. നേരത്തെ ട്രിഗ്നോമെട്രിയിലും അതുപോലെ കഴിഞ്ഞ +1 ഒക്കെ നമ്മൾ അത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ രണ്ടിലും നമുക്ക് അങ്ങനെ എഴുതാം. ഇനി എന്ത് സംഭവിക്കും? ഈ 2ഉം 2ഉം ക്യാൻസൽ ചെയ്തു പോകും. അതോടൊപ്പം സൈൻ സ്ക്വയറിൽ മേളിലത്തെ ഒരു സൈൻ തീറ്റ ബൈ 2ഉം താഴത്തെ ഒരു സൈൻ തീറ്റ ബൈ 2ഉം ക്യാൻസൽ ചെയ്തു പോകും. പിന്നെ മിച്ചം വരുന്നത് ബ്രാക്കറ്റിനകത്ത് വരുന്നത് സൈൻ തീറ്റ ബൈ 2 ബൈ കോസ് തീറ്റ ബൈ 2 ആണ്. അപ്പോൾ സൈൻ ബൈ കോസ് എന്താ? ടാനാ. അപ്പോൾ ടാൻ തീറ്റ ബൈ 2 എന്ന് വരും. അപ്പോൾ ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ അപ്ലൈ ചെയ്യുമ്പോൾ അത് രണ്ടും വെട്ടിപ്പോകും. അപ്പോൾ തീറ്റ ബൈ 2 ആൻസർ വരും. തീറ്റ എന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് ക്വസ്റ്റ്യനിലില്ല. അപ്പോൾ തീറ്റയ്ക്ക് നമ്മൾ കണ്ടുപിടിച്ചത് എന്താ? തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് എന്നായിരുന്നു അല്ലേ? അപ്പം ഇവിടുത്തെ ഈ തീറ്റയ്ക്ക് പകരം ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ കഴിയും. അപ്പോൾ ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ബൈ 2 എന്ന് കിട്ടും. സോ ഇറ്റ് ഈസ് 1/2 ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ്. അപ്പം നമ്മളോട് ചോദിച്ചിരുന്നത് സിംപ്ലസ്റ്റ് ഫോമിൽ എഴുതാനായിരുന്നു. അപ്പം നമ്മൾ സിംപ്ലസ്റ്റ് ഫോമിൽ അതിനെ എഴുതി. സിംപ്ലസ്റ്റ് ഫോമിൽ കിട്ടിയ ആൻസർ 1/2 ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ആണ്. അപ്പോൾ ഈ ചാപ്റ്ററിലെ എല്ലാ പ്രോബ്ലംസും ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. അപ്പോൾ എല്ലാ പ്രോബ്ലംസും ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് മറ്റൊരു വീഡിയോ കൂടി കാണാം. അപ്പോൾ ഈ വീഡിയോയിൽ ബേസിക് ആയിട്ടുള്ള ഫാക്ട്സും ഫോർമുലാസും അതുപോലെ ചോദിക്കുന്ന പാറ്റേണിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ കണ്ടത്. ഇനിയിപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് കാണാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനിൽ തന്നെ മറ്റു വീഡിയോ ആയിട്ട് ഇനി അടുത്തൊരു ദിവസം കാണാം. ബൈ.